ശരിക്കും നമ്മുടെ ഈ വയറെന്ന് പറഞ്ഞാൽ കൊടവയറെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആറ്റം ബോംബാണ്. ആറ്റം ബോംബ് തന്നെയാണ്. കാരണം അതാണ് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന്റെ അളവ്. ഡോക്ടർ സജിത് വി എസ്, കൺസൾട്ടന്റ് ജനറൽ മെഡിസിൻ, ജനറൽ ഹോസ്പിറ്റൽ, തിരുവനന്തപുരം. അപ്പൊ ആധുനിക തലമുറയ്ക്ക് ഈ കൊഴുപ്പടങ്ങിയ ഫാസ്റ്റ് ഫുഡിനോട് വല്ലാത്തൊരു ഭ്രമമാണ്. ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ അവ എന്തൊക്കെയാണ്? അതെ, നമ്മൾ ഈ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ്. സമയക്കുറവ് കൊണ്ട് ഒന്നാകാം. രണ്ട്, ഈ ഭക്ഷണങ്ങൾക്കോടുള്ള മായിട്ടുള്ള ഇതും, പിന്നെ ഈ ടിവിയിൽ വരുന്ന ഈ പരസ്യങ്ങളും, അല്ലെങ്കിൽ അത് വെച്ചിട്ട് കൂടുതലും അതിലേക്കുള്ള അട്രാക്ഷൻ. അപ്പൊ അത് കഴിക്കുന്നതാണ് കൂടുതൽ ജീവിതശൈലി, നല്ല ഭക്ഷണം എന്നൊക്കെ നമുക്കൊരു തോന്നലാണ് ഏതാണ്ട്. അത് സാധാരണഗതിയിൽ വരുന്ന ഏറ്റവും കൂടുതലും ഇതിനകത്ത് ഈ ഫാറ്റ്, കൊഴുപ്പുകളുടെ അമിതമായിട്ടുള്ളതും സോൾട്ട്, ഉപ്പിന്റെ ഘടകം ഇത് ഒരുപാട് കൂടുതൽ തന്നെയായിരിക്കും. സാധാരണഗതി ജീവിതശൈലിയുടെ രോഗങ്ങൾ നമ്മൾ പറയുന്നത്, ഒന്ന് പ്രമേഹം, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ആഹാരവും പ്രമേഹത്തിന്റെ നിയന്ത്രണം. രണ്ട്, നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക് വരികയും അല്ലെങ്കിൽ ഹാർട്ടിനെ സംബന്ധിച്ചുള്ള മറ്റുള്ള അസുഖങ്ങൾക്കും ഈ തെറ്റായിട്ടുള്ള ഈ ജീവിത ശൈലി കൊണ്ട് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കാം. പിന്നെ ഈ അമിതവണ്ണം, പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും തോന്നും നമുക്കധികം വണ്ണമില്ല. ശരിക്കും പൊണ്ണത്തടി ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് എപ്പോഴും പലപ്പോഴും തോന്നുന്നുണ്ട്. ശരിക്കും ഈ നമ്മുടെ വെയിറ്റ് വെച്ച് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പല ആൾക്കാർക്കും ശരിക്കും നമ്മൾ പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ നോക്കുമ്പം ഈ വേസ്റ്റ് സർക്കംഫറൻസ് എന്നാ പറയുന്നത്. അതായത് നമ്മുടെ ഈ പൊക്കിളിന് ചുറ്റുമെങ്കിലും നമ്മൾ ഒരു ടേപ്പ് എടുത്ത് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എത്ര ഉണ്ടെന്ന് നോക്കുമ്പം ആണുങ്ങൾക്ക് ഒരു ശരിക്കും ഒരു 94-ഉം സ്ത്രീകൾക്കൊരു 85-ലും താഴെ നിൽക്കണം. അപ്പൊ നമുക്ക് ഓരോ മനുഷ്യർക്ക് എടുത്ത് അളന്ന് നോക്കാം നമ്മൾ എത്രത്തോളം നമ്മൾ ആരോഗ്യവാനാണെന്നുള്ളത്. ശരിക്കും നമ്മുടെ ഈ വയറെന്ന് പറഞ്ഞാൽ കൊടവയറെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ആറ്റം ബോംബാണ്. ആറ്റം ബോംബ് തന്നെയാണ്. കാരണം അതാണ് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന്റെ അളവ്, അല്ലെങ്കിൽ അത് കാരണമാണ് നമ്മുടെ അസുഖങ്ങൾ കൂടുന്നത്. അത് എത്രത്തോളം കൂടുമോ അത്രത്തോളം നമ്മുടെ അസുഖത്തിന്റെ സാധ്യതയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. വേട്ടയാടുന്നത് നമുക്കതിനെ വീട്ടിൽ വളർത്തിക്കൂടി എന്നൊരു തോന്നൽ വന്നു. അത് നമ്മൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ വളർത്തി തുടങ്ങി. വീട്ടിൽ വളർത്തി ആട്, കോഴി അങ്ങനെയുള്ളതും അപ്പൊ നമുക്ക് അല്ല എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ പുറകെ ഓടിച്ചെന്ന് അല്ലെങ്കിൽ വേട്ടയാടി ചെന്ന് കഴിക്കുന്ന ഒഴിവാകുന്ന ആ ഒരു എക്സസൈസിന്റെ ഒരു ഘടകം അവിടെ പോവുകയാണ്. അപ്പൊ ഇതിന് നമുക്ക് തീറ്റയായിട്ട് നമുക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ വേണ്ടി കൃഷി ചെയ്തു. അപ്പം അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കൃഷി എന്നുള്ള ഒരു വ്യായാമമെങ്കിലും നമുക്കപ്പോൾ കിട്ടി. കുറച്ചു കാലം കൂടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ, അത് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ആ ആഹാരങ്ങളും കൂടെ കഴിച്ചുകൂടാം. അത് കഴിഞ്ഞുള്ള ഘട്ടം എന്താ വന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാ എപ്പോഴും കൃഷി ചെയ്യുന്നത്, നമുക്ക് കുറച്ച് നമ്മുടെ പത്തേപ്പുരയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചുകൂടെ, അല്ലെങ്കിൽ നമുക്ക് അത് സംസ്കരിച്ച് വെച്ചിട്ട് പിന്നീട് കഴിച്ചുകൂടാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് വേട്ടയാടിപ്പോയുള്ള വ്യായാമത്തിൽ നിന്ന് മാറി നമ്മൾ ഓരോന്ന് ഭക്ഷണ രീതി നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ 1 മാസത്തേക്ക് 6 മാസത്തേക്കെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്ന ഒരു രീതി. അപ്പൊ ഇവിടെ നമുക്ക് വ്യായാമം എന്നുള്ള ഘടകവും ഒരു ദിവസത്തിൽ കൂടുതൽ നമ്മൾ ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോയി. ഇത് തന്നെയാണ് നമുക്ക് ശരിക്കും ജീവിതശൈലി രോഗത്തിലേക്ക് വന്നിട്ട് ഒന്നാമത്തെ ഘട്ടം. വ്യായാമക്കുറവും അതിന് ഒരു ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നതിന്റെ പകരം നമ്മൾ ഫ്രിഡ്ജിലും ഒക്കെ വെച്ച് സ്റ്റോർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ഒരുപാട് നേരം, 1 ദിവസമോ 2 ദിവസമോ വരുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം വെച്ചാൽ ഈ പ്രോസസ്ഡ് ഫുഡാണ്. നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കൊണ്ടുവന്നുള്ള ഈ നമ്മുടെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ പലപ്പോഴും സമയക്കുറവ് കൊണ്ടുമായിരിക്കും പലപ്പോഴും വെളിയിൽ നിന്ന് ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് മിതമായിട്ട് കൂടുതൽ കഴിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ട് നമുക്ക് വരാൻ കഴിയുന്നത്. ഡോക്ടർ, അതുപോലെ ഈ ഫാറ്റി ലിവർ പോലെയുള്ള രോഗങ്ങളൊക്കെ ഒരു സാധാരണ എല്ലാവരിലും കാണുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. അപ്പൊ അതെന്താണ് ഡോക്ടർ? അതെ, അതൊരു വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം ഇപ്പൊ നമ്മൾ സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്ന അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു 100 പേരെ പിടിച്ചുകൊണ്ട് സ്കാൻ ചെയ്ത ഒരു 30% പേർക്കെങ്കിലും അത് ഫാറ്റി ലിവർ എന്നുള്ള ഇത് വരും. അത് ഫാറ്റി ലിവർ നമ്മൾ ഒരു സാധാരണ ഒരു അസുഖമായിട്ട് പുറത്താരും കണ്ടുപിടിക്കാറില്ല. ശരിക്കും ഫാറ്റി ലിവർ എന്ന് നമുക്ക് പറയുമെങ്കിൽ ഒരു ലിവറിന്റെ അല്ലെങ്കിൽ ഒരു കരളിന്റെ ഒരു പ്രമേഹം എന്ന് തന്നെ പറയാം. ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ നേരെ പ്രവർത്തിക്കാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥയാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് തന്നെയാണ് വളരെ നല്ലൊരു ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വണ്ണമില്ലാത്ത ഒരാൾക്കാണെങ്കിൽ പോലും ഫാറ്റി ലിവർ വരാൻ വളരെ സാധ്യതയാണ്. നമ്മൾ ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മലയാളികളിൽ കൂടുതൽ കാണുന്ന ഒരു ഇത് തന്നെയാണ് ഫാറ്റി ലിവർ. നമുക്ക് ശരിക്കും ഈ കൊഴുപ്പ് തന്നെ പല രീതിയിലുള്ള നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ട്. നമ്മുടെ കുടവയറെന്ന് പറഞ്ഞ ഇതുകൊണ്ട് അതിനെക്കാട്ടിൽ ഡേഞ്ചർ വിസറൽ ഫാറ്റ് എന്ന് പറയും. അതിനെക്കാട്ടിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വിസറൽ ഫാറ്റ് ആണ്. സബ്ക്യൂട്ടേനിയസ് അല്ലാതെ വിസറൽ ഫാറ്റ്. വിസറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവയവങ്ങളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ്, ലിവറിൽ
കരളിൽ അടിഞ്ഞുകൂടാം, നമ്മുടെ വൻകുടലിൽ, ചെറുകുടലിൽ, പിന്നെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് ഗ്രന്ഥിയിൽ, ഇവിടെയെല്ലാം ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടും. ഇതാണ് നമ്മൾ ശരിക്കും ഈ പറഞ്ഞ ആറ്റം ബോംബ് എന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അസുഖങ്ങളും. അപ്പൊ നമ്മുടെ ശരിക്കും നമുക്ക് പുറമേ വണ്ണം തോന്നുന്നില്ലെങ്കിലും നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഈ വിസറൽ ഫാറ്റ് വളരെ കൂടുതലാണ്. അപ്പൊ പുറമേ നിന്നും നമ്മൾ പിടിച്ചു നോക്കുമ്പോൾ അത് കൊഴുപ്പില്ല, വെയിറ്റ് കുറവാണെന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും നമ്മൾ എന്ന് പറയുന്ന തിൻ ഫാറ്റ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്, ആള് തിന്നായിരിക്കും, വളരെ ചെറിയ വലിയ പൊണ്ണത്തടി കാണണം എന്നില്ല. പക്ഷെ അകത്ത് നോക്കും, നമ്മൾ നമ്മുടെ ആയിട്ടുള്ള ഈ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഒരു ആളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് വണ്ണം തോന്നുന്നില്ലെങ്കിലും ഈ വിസറൽ ഫാറ്റ് വളരെ കൂടുതലാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിന്റെ തെറ്റായിട്ടുള്ള ഭക്ഷണ രീതിയും കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണ രീതിയും വ്യായാമക്കുറവും തന്നെയാണത്. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക.